അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 4ാമത്തെ പാഠഭാഗമാണ്. പാഠം 4 സിന്ധ് ആക്രമണം. AD 712 മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സിന്ധ് ആക്രമണമാണ് മുസ്ലിം കയ്യേറ്റമായി ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു സിന്ധ് ആക്രമണം. സിലോണിലെ ഒരു രാജാവ് ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന ഹജ്ജാജിന് അയച്ചു കൊടുത്ത 8 കപ്പൽ നിറയെയുള്ള സാധനങ്ങൾ സിന്ധിനടുത്ത് വെച്ച് കവർച്ച ചെയ്യപ്പെട്ടതാണ് സിന്ധ് ആക്രമണത്തിൻ്റെ കാരണം. ഇതിന് പ്രതികാരമായി ഹജ്ജാജിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ മരുമകനും യുദ്ധവീരനുമായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് ആക്രമിച്ചു കീഴടക്കിയത്. ഇതിന് മതപ്രചാരണവുമായി യാതൊരു ബന്ധവുമില്ല. ആക്രമിച്ച് കീഴടക്കിയ രാജ്യമാണെങ്കിലും സിന്ധിൽ മുഹമ്മദ് വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനം ഏർപ്പെടുത്തുകയും ഭരണകാര്യങ്ങൾ തദ്ദേശീയരായ പ്രഗത്ഭമതികളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ബ്രാഹ്മണർ ആയിരുന്നു പ്രധാനമായും ഭരണ നേതൃസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത്. മതസഹിഷ്ണുത. ഇറാഖിലെ കേന്ദ്ര ഭരണാധികാരിയായ ഹജ്ജാജ് സിന്ധ് ഭരണാധികാരി മുഹമ്മദ് ബിൻ ഖാസിമിന് അയച്ച ഭരണസംബന്ധമായ നിർദ്ദേശങ്ങളിൽ ഇപ്രകാരം കാണാം. അവർ, അതായത് സിന്ധിലെ ജനങ്ങൾ, നമ്മുടെ സംരക്ഷണത്തിലാണ്. തന്മൂലം അവരുടെ ജീവിതത്തിന്മേലും സ്വത്തിന്മേലും നമ്മുടെ കരങ്ങൾ നീട്ടാവുന്നതല്ല. അവരുടെ ദേവന്മാരെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിരിക്കുന്നു. അവരുടെ മതത്തെ പിൻപറ്റുന്നതിൽ നിന്നും ആരെയും തടയുവാനോ നിരോധിക്കുവാനോ പാടുള്ളതല്ല. തികച്ചും മതസൗഹാർദ്ദത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമായിരുന്നു സിന്ധിലെ ഭരണം. ഇത് കലാ സാംസ്കാരിക വൈജ്ഞാനിക രംഗങ്ങളിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് ഉപകാരപ്പെട്ടു. അക്കാലത്തെ അറബി പണ്ഡിതന്മാർ സംസ്കൃത ഭാഷയിൽ അവഗാഹം നേടുകയും പരിശുദ്ധ ഖുർആൻ സംസ്കൃതത്തിലേക്കും പഞ്ചതന്ത്രം കഥകൾ സംസ്കൃതത്തിൽ നിന്ന് അറബിയിലേക്കും തർജ്ജമ ചെയ്യുകയും ചെയ്തിരുന്നു. വൈദ്യശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും മറ്റ് വൈജ്ഞാനിക മേഖലകളിലുമെല്ലാം പുതിയ ഒരാവേശം നൽകാൻ ഈ അറബികളുടെ ഭരണത്തിന് കഴിഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടമായിരുന്നു ഇത്. അവർ വിപുലമായൊരു സാമ്രാജ്യം സ്ഥാപിക്കുകയും നിരവധി ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ സമൂലമായ പരിവർത്തനങ്ങൾ നടത്തി. ഇതെല്ലാം മുസ്ലിം കാലഘട്ടത്തിലെ ഭരണത്തിൻ്റെ സവിശേഷതയാണ്. ഈ കാലഘട്ടത്തിൽ മുസ്ലിംകളുടെ രാജ്യതന്ത്രജ്ഞതയും സാംസ്കാരിക മുന്നേറ്റത്തിനുള്ള ആവേശവും രൂപം നൽകിയ അടിത്തറയിന്മേലാണ് പ്രസിദ്ധമായ മുഗൾ സാമ്രാജ്യവും സംസ്കാരവും പടുത്തുയർത്തിയത്. മുഹമ്മദ് ഗസ്നി പോലുള്ളവർ രാജ്യവിസ്തൃതിക്ക് വേണ്ടി ധാരാളം പടയോട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ മതപ്രചാരണത്തിനു വേണ്ടി ആയിരുന്നില്ല. ചില സുൽത്താൻമാർ നടത്തിയിരുന്ന ഇത്തരം യുദ്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാം വിരുദ്ധ ചരിത്രകാരന്മാർ വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് ആക്ഷേപിക്കുന്നത്. ഇക്കാര്യത്തെപ്പറ്റി സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞു: ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെക്കുറിച്ച് ക്രിസ്ത്യൻ ആക്രമണമെന്നും അവരുടെ ഭരണകാലത്തെ ക്രിസ്ത്യൻ ഭരണകാലഘട്ടമെന്നും വിളിക്കുന്നത് പോലെയാണ് മുസ്ലിം ആക്രമണം എന്നും പറയുന്നത്. ഇസ്ലാം ഇന്ത്യയെ ആക്രമിച്ചിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. സിന്ധ് ആക്രമണത്തിൻ്റെ കാരണം എന്ത്? സിലോണിലെ ഒരു രാജാവ് ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന ഹജ്ജാജിന് അയച്ചു കൊടുത്ത 8 കപ്പൽ നിറയെയുള്ള സാധനങ്ങൾ സിന്ധിനടുത്ത് വെച്ച് കവർച്ച ചെയ്യപ്പെട്ടതാണ് സിന്ധ് ആക്രമണത്തിൻ്റെ കാരണം. ഇതിന് പ്രതികാരമായി
ഹജ്ജാജിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ മരുമകനും യുദ്ധവീരനുമായിരുന്ന മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചു കീഴടക്കിയത്. 2. സിന്ധിലെ ഭരണാധികാരിക്ക് ഹജ്ജാജ് നൽകിയ നിർദ്ദേശമെന്ത്? ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന ഹജ്ജാജ് സിന്ധ് ഭരണാധികാരി മുഹമ്മദ് ബിൻ ഖാസിമിന് അയച്ച ഭരണസംബന്ധമായ നിർദ്ദേശങ്ങളിൽ ഇപ്രകാരം കാണാം. അവർ, അതായത് സിന്ധിലെ ജനങ്ങൾ, നമ്മുടെ സംരക്ഷണത്തിലാണ്. തന്മൂലം അവരുടെ ജീവിതത്തിന്മേലും സ്വത്തിന്മേലും നമ്മുടെ കരങ്ങൾ നീട്ടാവുന്നതല്ല. അവരുടെ ദേവന്മാരെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിരിക്കുന്നു. അവരുടെ മതത്തെ പിൻപറ്റുന്നതിൽ നിന്നും ആരെയും തടയുവാനോ നിരോധിക്കുവാനോ പാടുള്ളതല്ല. 3. സിന്ധിലെ മുസ്ലിം ഭരണത്തിൻ്റെ സവിശേഷത എന്ത്? തികച്ചും മതസൗഹാർദ്ദത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമായിരുന്നു സിന്ധിലെ ഭരണം. ഇത് കലാ, സാംസ്കാരിക, വൈജ്ഞാനിക രംഗങ്ങളിൽ മുസ്ലിംകളും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് ഉപകാരപ്പെട്ടു. വൈദ്യശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും മറ്റു വൈജ്ഞാനിക മേഖലകളിലുമെല്ലാം പുതിയൊരാവേശം നൽകാൻ അറബികളുടെ ഭരണത്തിന് കഴിഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടമായിരുന്നു ഇത്. അവർ വിപുലമായൊരു സാമ്രാജ്യം സ്ഥാപിക്കുകയും നിരവധി ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ സമൂലമായ പരിവർത്തനങ്ങൾ നടത്തി. ഇതെല്ലാം മുസ്ലിം കാലഘട്ടത്തിലെ ഭരണത്തിൻ്റെ സവിശേഷതയാണ്. 4. ഇസ്ലാം വാൾ കൊണ്ട് പ്രചരിപ്പിച്ചതാണ് എന്ന ആക്ഷേപത്തിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മറുപടി എന്ത്? ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ ക്രിസ്ത്യൻ ആക്രമണമെന്നും അവരുടെ ഭരണകാലത്തെ ക്രിസ്ത്യൻ ഭരണകാലഘട്ടമെന്നും വിളിക്കുന്നത് പോലെയാണ് മുസ്ലിം ആക്രമണം എന്നും പറയുന്നത്. ഇസ്ലാം ഇന്ത്യയെ ആക്രമിച്ചിരുന്നില്ല എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മറുപടി. പൂരിപ്പിക്കുക. 1. AD 712 ഡാഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഡാഷ് ആക്രമണമാണ് മുസ്ലിം കയ്യേറ്റമായി ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. AD 712 മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സിന്ധ് ആക്രമണമാണ് മുസ്ലിം കയ്യേറ്റമായി ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 2. പരിശുദ്ധ ഖുർആൻ ഡാഷിലേക്കും പഞ്ചതന്ത്രം കഥകൾ ഡാഷിൽ നിന്നും ഡാഷിലേക്കും തർജ്ജമ ചെയ്തു. പരിശുദ്ധ ഖുർആൻ സംസ്കൃതത്തിലേക്കും പഞ്ചതന്ത്രം കഥകൾ സംസ്കൃതത്തിൽ നിന്ന് അറബിയിലേക്കും തർജ്ജമ ചെയ്തു. 3. മുഹമ്മദ് ഗസ്നി പോലുള്ളവർ രാജ്യവിസ്തൃതിക്ക് വേണ്ടി ധാരാളം ഡാഷ് നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഡാഷിന് വേണ്ടിയായിരുന്നില്ല. മുഹമ്മദ് ഗസ്നി പോലുള്ളവർ രാജ്യവിസ്തൃതിക്ക് വേണ്ടി ധാരാളം പടയോട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും തന്നെ മതപ്രചാരണത്തിന് വേണ്ടിയായിരുന്നില്ല. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. പാഠഭാഗം നിങ്ങൾ നന്നായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.